ഹലോ, നെജ്വാസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് ഇപ്പോൾ ഷിഫോണിൻ്റെയൊക്കെ മെറ്റീരിയലാവുമ്പോൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ വളഞ്ഞു പോവാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണെങ്കിലും നമ്മൾ ഈ സ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻറ്റിൽ കുത്തി നിർത്തിയതിന് ശേഷം 1 ഇഞ്ചിൽ കൂടുതൽ ഇവിടെ ഈ സ്ലിറ്റ് ഇടുന്ന ഭാഗത്ത് 1 ഇഞ്ചിൽ കൂടുതൽ തുണി ഉണ്ടാവാൻ പാടില്ല. കറക്റ്റ് 1 ഇഞ്ചിലായിരിക്കണം നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതുപോലെ എടുക്കുക. നമ്മൾ ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു ഫോൾഡ് മാത്രം കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സാധാരണ സ്ലിറ്റ് തയ്ക്കുമ്പോൾ 2 ഫോൾഡിങ് ഉണ്ടാവും. അപ്പോൾ ഇത് അതങ്ങനെയല്ല. ആദ്യം ഒറ്റ ഫോൾഡിങ്ങിൽ 2 ഭാഗവും ഒരുപോലെ ഒറ്റ ഫോൾഡിങ്ങിൽ ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മൊത്തം നമ്മൾ 1 ഇഞ്ചിലാണ് ഇതിൻ്റെ വീതി ഉള്ളത്. അപ്പോൾ അതിൽ 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒറ്റ ഫോൾഡിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മൊത്തം 2 ഭാഗവും നമ്മൾ ഇങ്ങനെ ഒറ്റ ഫോൾഡിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഫോൾഡിങ്ങും കൂടെ കൊടുക്കുക. 1/2 ഇഞ്ചിൽ വീണ്ടും ഇതുപോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും വളവ് വരില്ല, പിരിച്ചിലോ ഒന്നും വരില്ല. ഇതുപോലെ ഇവിടെ എത്തി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കി കൊടുക്കുക. എന്നിട്ട് തയ്ച്ച് നോക്കുക. കറക്റ്റായിട്ട് ഒട്ടും വളവില്ലാതെ തന്നെ നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇത് വർക്കാവും. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഷിഫോണിൻ്റെ മെറ്റീരിയലിൽ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതിനാകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്ത് നമുക്ക് ഒരു എക്സ്ട്രാ സ്റ്റിച്ച് വരും. അത് നമുക്ക് പുറത്തേക്ക് കാണില്ല, നമ്മുടെ നല്ല വശത്ത് അത് കാണില്ല. അതുകൊണ്ട് അതൊരു വിഷയമല്ല. ഇനിയിപ്പോൾ അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് അഴിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.